guys, welcome to Pedia. എല്ലാവർക്കും സുഖമല്ലേ? Okay, here we have Coco. അങ്ങനെ കൊക്കോ ഒരു ഹായ് പറ. കൊക്കോ ഒരു ഹായ് പറഞ്ഞോ. Speak. ഇല്ല അല്ലേ? ഷെയ്ക്കണ്ടേ നോക്കൂ. ഒരു ഷെയ്ക്കാൻ കൊടുക്കും. Okay, good. Good boy. അപ്പോ ഞങ്ങൾ ഇന്ന് ഒരു റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചൊരു വീഡിയോയ്ക്ക്. ഇന്ന് BCCI സഞ്ജു സാംസന്റെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര പുള്ളിക്കാരൻ സ്റ്റോറി തന്നെ ആയിട്ട് പറയാനുണ്ട്. ഞങ്ങൾ എൻ്റെ വീഡിയോ കണ്ടില്ല. ഞങ്ങൾ വിചാരിച്ചത് ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ കാണാനാണ് ഞങ്ങളുടെ പ്ലാൻ. കാണാൻ വേണ്ടിയിട്ട് റിയാക്ട് ചെയ്യാന്ന് വെച്ച്. Okay. 10 years of lots and lots of failures, few successes here and there. It has always been to understand what it takes to be a World Cup cricketer for an Indian team, and I think how badly do I want it. So I like to go out and fail or succeed in my own way. Talking about 2024 World Cup, I didn't play a game. Yes, things were a bit up and down. To be very honest, it was not matching that. യെസ്, 2024 ഒരു കളി പോലും കളിക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മ. ഇവൻ ഫൈനലിൽ ചെറുതായിട്ട് കളിക്കുന്നൊരു ഫൈനൽ ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു there was this media thing which said Sanju Samson was going to play. might play game today എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയണ്ടായിരുന്നു ഇൻസ്റ്റെഡ് ഓഫ് ഋഷഭ് പന്ത്. പക്ഷേ അവസാന നിമിഷം സഞ്ജു ടീമിലുണ്ടായിരുന്നില്ല. അപ്പോൾ ദാറ്റ്സ് ഓക്കെ, കപ്പടിച്ചു വാട്ട് എവർ എല്ലാം. ആ സെയിം സ്ക്വാഡ് വെച്ചിട്ട് തന്നെ ഒരു കളിയും തോൽക്കാതെ തന്നെയാണ് നമ്മൾ 2024 വേൾഡ് കപ്പ് അടിച്ചത്. പക്ഷേ സഞ്ജു ഈ പറഞ്ഞ പോലെ ടീമിലുണ്ടായിട്ടും കുറെ പ്രൂവ് ചെയ്തിട്ടും ടീമിൽ ചാൻസ് കിട്ടാൻ പറ്റാത്ത ഒരാളായിരുന്നല്ലോ സഞ്ജു. അത് ഇപ്പോഴും ഈ റീസെന്റ് അത് സംഭവിച്ചതാണല്ലോ. പക്ഷെ പിന്നെയും പ്രൂവ് ചെയ്തിട്ട് ഇപ്പൊ 26 വേൾഡ് കപ്പില് ഓപ്പണറായിട്ട് തന്നെ പുതിയ പ്ലെയർ വരുമ്പോഴും എപ്പോഴും കോമ്പീറ്റ് ചെയ്യുന്ന സഞ്ജുവിന്റെ ഒപ്പം എന്താന്ന് മനസ്സിലായി. ആ ഒരു പൊസിഷൻ ഭയങ്കര ചലഞ്ചിങ്. ആ ഒരു സ്ഥാനത്ത് നിൽക്കാൻ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. Expectations which I set, but I was still very grateful that I made it into the 15. My journey is so special. यार पता नहीं कब खेलने को मिलेगा. അത് ഫണ്ണായിരുന്നു. പുള്ളിക്കാരനെ പോലും അറിയില്ല പുള്ളിക്കാരൻ എപ്പോഴാ കളിക്കാൻ പോണെന്ന്. I think definitely a lot of ups and downs keep happening according to this format. I think you just have to keep pushing. It's very hard to not look at an outside noise when you are playing cricket in India and for the national team. സത്യമായിട്ടുള്ള കാര്യമാണ്. കാര്യം ഇത്രയധികം ആൾക്കാരുണ്ട്. കാര്യം എപ്പോഴും സക്സസില് ക്രൗഡ് കൂടെയൊക്കെ, പക്ഷെ അതുപോലെ തന്നെ ഫെയിലിയറിൽ ഈ പറഞ്ഞ പോലെ ചവിട്ടി താത്തേം ചെയ്യും. ഇപ്പോ ഒരു കളി ഇപ്പോ സഞ്ജു സെഞ്ചുറി അടിച്ചു, നെക്സ്റ്റ് കളി സഞ്ജു ഡെക്കിൽ ഔട്ട് ആയി കഴിഞ്ഞാൽ തീർന്നു. അവിടെ പരിപാടി തീരും. അപ്പൊ പിന്നെ ഈ പ്രത്യേകിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അത്രയും ടാലന്റ് പുറത്തിരിക്കുന്ന സമയത്ത് ഭയങ്കര ഹാർഡാണ് ഒന്ന് പിടിച്ചു നിൽക്കാന്ന് പറയുന്നത്. But I made my bubble, I made my people around myself very strong, and I kept on focusing on all the little things, and I knew that my time would come. നല്ല ഷോട്ടായിരുന്നു. 5 6 അടിച്ച മൊമെന്റ് ആയിരുന്നു. ചെറിയ 5 6 അടുപ്പിച്ചടിച്ചിട്ട് with God's grace actually it happened, and out of nowhere I started opening. I think I came into the World Cup side as a number 3 or a number 4 or number 5, and from there an opening slot opened up and I got an opportunity to bat around 10 to 11 innings. അത് എനിക്കൊന്ന് സൂര്യ ക്യാപ്റ്റൻ ആയതിനു ശേഷം ആ 11 ഇന്നിങ്സിൽ സത്യം പറഞ്ഞാൽ ആദ്യത്തെ 2 ഇന്നിങ്സിൽ ഡക്കായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. വെരി ഗുഡ്. Opening role actually. Bang into the gap for more. I think the biggest blessing which I have had, people say that you didn't have a long run, right? You keep playing, you don't play, you don't play, you play. But I think there is still a positive sign there. പുള്ളിക്കാരൻ മറ്റേതാണ്, നമ്മൾ താഴ്ന്നു നോക്കും മേളത്തെ വെളിച്ചത്തിന് വേണ്ടി ഇങ്ങനെ ഒരു വിശ്വാസം, ആ വിശ്വാസം പ്രതീക്ഷ ഒരിക്കലും കൈവിടാതിരിക്കുന്ന പുള്ളിക്കാരൻ ആ പരിപാടിയാണ്. I was just talking to one of my mentors and I was telling him, like after 10 years of international cricket, 10 വർഷം. ഓ ഐ ഡിഡ്ന്റ് നോ ദാറ്റ്. അത് 2016 ഡെബ്യൂ ചെയ്തതാ. My God. Okay. I still feel very special to wear this jersey. നമ്മളത് പറയണമെന്നുണ്ടെങ്കിൽ അത്രയും കുറവാ നമ്മൾ ശരിക്കും പറഞ്ഞ 2016 കണ്ടേക്കുന്നത്. That keeps my inner cells totally charged up, so I think I'm very lucky and fortunate. I think this format has always demanded that. I think being fearless and going out there and not thinking about making a mistake. So luckily I think that comes very naturally to me. I think a batsman is what his character is off the field. So I kind of am a person who just goes out there without thinking much and going there and just trying to dominate.
think I have a great rapport with Surya. ആണോ? Having that connect with the captain is very important in this format. We keep exchanging a lot of ideas. We keep asking a lot of questions. I think I am always in the best spot to give them a good answer actually. എന്നിട്ടാണോ മറ്റേ ശുഭ്മാൻ ഗിൽ വന്ന് പുറത്തിറക്കി നിർത്തിയത്? എനിക്ക് തോന്നിയ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ സൂര്യയുടെ മാത്രം ഡിസിഷൻ ആയിരിക്കില്ല ചിലപ്പോൾ അത്. ചിലപ്പോൾ ടീം സെലക്ഷൻ, അജിത് അഗാർക്കർ, ഗൗതം ഗംഭീർ, വലിയ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ കാര്യം ബാക്ക് ചെയ്തല്ലോ. 11 ഇന്നിങ്സ് കണ്ടിന്യൂസ്ലി ബാക്ക് ചെയ്തു. ശുഭ്മാൻ ഗിൽ ഉണ്ടായിരുന്ന സമയത്ത്, പിന്നെ ശുഭ്മാൻ ഗിൽ വന്ന സമയത്തും ബാക്ക് ചെയ്തു ഏഷ്യ കപ്പിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെ മാറ്റിയത് നമ്പർ 5 കളിപ്പിക്കാനായിട്ട്? റിങ്കുവിനെ മാറ്റി തോന്നുന്നു. ഫിനിഷർ ആയിട്ടുള്ള റിങ്കുവിനെ മാറ്റിയിട്ട് നമ്പർ 5 കളിപ്പിച്ചു. അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം, എപ്പോഴും സൂര്യ ചേട്ടാന്നാണല്ലോ വിളിക്കുന്നത്, ചേട്ടാന്നാണല്ലോ വിളിക്കുന്നത്. The rule is very clear. I think I just have to make a positive contribution. I just have to go out there and make a positive impact. Yeah, beautiful. I still feel there is still a bit more to do actually. There is still more left in me, still more hungry to go out there and contribute. I was just sitting down with my friend and chit-chatting, and I thinking like how we wanted to play for the country, and coming from Kerala and how challenging it was, and then from where things are now. So it feels very grateful for the whole journey. I feel tremendously happy and tremendously blessed to be at this situation. Just one fun question. You had posted a photo last time. You remember that photo that you had posted, one black and white photo with the വിയർപ്പ് തുന്നിയിട്ട കുപ്പായം. Yes, anything similar that you posted? that was something which was really great, and I felt like I achieved that because of some really great hard work and sweat and blood. I think that a song really matches up with what I go through. So I think I just put another photo with the another continuation of that same song when I got selected in the World Cup. So yeah, nice. മിടുക്കനാണ് പക്ഷെ പുള്ളിക്കാരൻ. കുറച്ച് ഇന്ത്യയിൽ നിന്ന് ശരിക്കും പറഞ്ഞ കേരളത്തിൽ നിന്ന് ആകെ ടീമിൽ കയറിയേക്കണ ആകെ 3 പേരേ ഉള്ളൂ എൻ്റെ ഒരു അറിവ്. ടിനു യോഹനാൻ ഒന്ന്, ശ്രീശാന്ത്, പിന്നെ സഞ്ജു സാംസൺ. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും പ്രിയങ്കരനായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളിത് കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സഞ്ജുവിന്റെ ഫാൻ ബേസ് കേരളത്തിൽ ഒതുങ്ങി കൂടിയ ഫാൻ ബേസ് അല്ല. ബോയ് നെക്സ്റ്റ് ഡോർ എന്ന് പറയില്ലേ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് സഞ്ജു കളിക്കാൻ കയറുന്ന സമയത്ത്. നമുക്ക് എല്ലാവർക്കും കാണാൻ ഇഷ്ടമാണ്. രാജസ്ഥാന്റെ ക്യാപ്റ്റൻ ആയതിലും അതിലൊരു പങ്ക് വഹിക്കാനുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ കേരളത്തിൽ മാത്രമല്ല, ഓൾ ഇന്ത്യ ലെവൽ. കാര്യം സഞ്ജു രാജസ്ഥാനിൽ മാത്രമല്ല, ഡൽഹിയിലും കളിച്ചിട്ടുണ്ട് കുറച്ചാള്. അപ്പോ ലൈക്ക് ത്രൂ ഔട്ട് ഈ പറഞ്ഞ പോലെ കണ്ടല്ലോ എന്തോരം പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് കണ്ടല്ലോ. ലൈക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു സാംസൺ എന്ന് പറയുന്നത് രോഹിത് ശർമ്മയുടെ, ഇപ്പൊ രോഹിത് ശർമ്മ എങ്ങനെയാണ് ഹിറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഭയങ്കര ഫ്രീലി ഹിറ്റ് ചെയ്യുന്നത്. നമുക്ക് ആ ഷോട്ടുകൾ പവറാണ്. ഈ പറഞ്ഞ പോലെ അത് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ട് ബോള് കാണാൻ അടിക്കുക, അതാണ് പുള്ളിയുടെ ഒരു ശൈലി. അപ്പോ അത് നമുക്ക് ഇഷ്ടമാണ്, അത് കാണാൻ ഇഷ്ടമാണ്. എന്തായാലും 2026 വേൾഡ് കപ്പില് ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ. പുള്ളിക്കാരന്റെ ഒരു ബെഞ്ച് മാർക്ക് അവിടെ സെറ്റ് ചെയ്യട്ടെ. T20 ടീമിൽ നിന്ന് പുറത്താവാതെ തന്നെ കൺസിസ്റ്റന്റ് ആയി കളിക്കാൻ പറ്റട്ടെ. പറ്റും ഈ 3 ഫോർമാറ്റ് കളിക്കാൻ പറ്റട്ടെ. എല്ലാ മലയാളികളുടെ ആഗ്രഹമാണ് അത്. പക്ഷെ അറിയില്ല എത്രത്തോളം നടക്കുന്നുള്ളത്. എല്ലാം നടക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് സഞ്ജു സാംസൺ. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ്. പീസ് ഗൈസ്. പീസ്.